Radio Line News Update. Brought to you by Joy Alucas, world's favorite jeweler. London നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം 1 and 2 Carlton Terrace, Green Street, London. നമസ്കാരം. ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. സ്കോട്ട്ലൻഡിന്റെ 7ാമത്തെ പ്രഥമമന്ത്രിയായി സ്കോട്ടിഷ് നാഷണൽ പാർട്ടി നേതാവ് ജോൺ സ്വിന്നിയെ തിരഞ്ഞെടുത്തു. 64 സ്കോട്ടിഷ് നാഷണൽ പാർട്ടി എംപിമാരുടെ പിന്തുണയോടെയാണ് അദ്ദേഹം സ്ഥാനമേൽക്കുന്നത്. ഹംസ യൂസഫ് പ്രഥമമന്ത്രി സ്ഥാനം രാജിവെച്ചതിനു ശേഷം 8 ദിവസങ്ങൾ കഴിഞ്ഞാണ് ജോൺ സ്വിന്നി പ്രഥമമന്ത്രിയായി സ്ഥാനമേൽക്കുന്നത്. SNP നേതൃസ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ നിന്നും പാർട്ടിയിൽ എതിരാളി ഗ്രേമ മെക്കോർമിക്ക് പിൻവാങ്ങിയതോടെയാണ് ജോൺ സ്വിന്നി ആയിരിക്കും യൂസഫിന്റെ പിൻഗാമി എന്നത് ഉറപ്പായി. ജോൺ സ്വിന്നിയുടെ വോട്ടെടുപ്പിൽ നിന്ന് സ്കോട്ടിഷ് ഗ്രീൻസ് പാർട്ടിയിലെ 7 അംഗങ്ങൾ വിട്ടുനിന്നു. സ്വിന്നി പ്രഥമമന്ത്രിയായതോടെ ദിവസങ്ങളായി SNP നേരിട്ട നേതൃത്വ പ്രതിസന്ധിക്കാണ് പരിഹാരമായത്. നേരത്തെ 2000 മുതൽ 2004 വരെ പാർട്ടിയെ നയിച്ചിരുന്ന ആളാണ് സ്വിന്നി. നേതൃത്വത്തിന് വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ എതിരാളി മെക്കോർമിക് ജയിച്ചിരുന്നെങ്കിൽ പാർട്ടിയിൽ വൻ പ്രതിസന്ധി രൂപപ്പെടുമായിരുന്നു. മെക്കോർമിക്കിന് പ്രഥമമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാൻ ഉടനെ സാധിക്കില്ല. അദ്ദേഹം സ്കോട്ടിഷ് പാർലമെന്റ് അംഗമല്ലാത്തതാണ് അതിന് കാരണം. UK-യിലെ എയർപോർട്ടുകളിൽ ഈ ഗേറ്റുകൾ പണിമുടക്കി. മണിക്കൂറുകളോളം കുടുങ്ങി മലയാളികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ. ഹീത്രൂ, ഗാഡ്വിക്, എഡിൻബർഗ്, ബർമിംഗ്ഹാം, ബ്രിസ്റ്റോൾ, ന്യൂകാസിൽ, മാഞ്ചസ്റ്റർ എന്നിവയുൾപ്പെടെയുള്ള എല്ലാ വിമാനത്താവളങ്ങളിലും സാങ്കേതിക തകരാർ നീണ്ട ക്യൂവിന് കാരണമായതായുള്ള റിപ്പോർട്ടുകൾ പുറത്ത്. പാസ്പോർട്ട് ഉപയോഗിച്ച് നിയന്ത്രിക്കുന്ന ഈ ഗേറ്റുകളുടെ തകരാറാണ് മലയാളികൾ ഉൾപ്പെടെ ഒട്ടനവധി യാത്രക്കാരെ വലച്ച പ്രശ്നത്തിന് പിന്നിൽ. പല യാത്രക്കാരും തങ്ങൾ നേരിട്ട പ്രശ്നത്തെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിക്കുകയായിരുന്നു. 90 മിനിറ്റ് ക്യൂവിൽ നിൽക്കേണ്ടതായി വന്നുവെന്നാണ് പലരും റിപ്പോർട്ട് ചെയ്യുന്നത്. എത്രയും പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കാൻ സാങ്കേതിക സഹായം നൽകുന്ന ഏജൻസികളുമായി ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നും യാത്രക്കാർക്കുണ്ടായ അസൗകര്യത്തിൽ മാപ്പ് ചോദിക്കുന്നു എന്നും ഹോം ഓഫീസ് അറിയിച്ചു. ഈ ഗേറ്റുകളുടെ തകരാർ മൂലം കാലതാമസം നേരിട്ടവർക്ക് സഹായം എത്തിക്കുന്നതിനായി എയർപോർട്ട് കസ്റ്റംസ് സർവീസ് സ്റ്റാഫ് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലും നീണ്ട ക്യൂവിൽ നിന്നവർക്ക് കുടിവെള്ള വിതരണം ചെയ്തു. പ്രശ്നത്തെ തുടർന്ന് കാർ പാർക്കിങ്ങുകളിൽ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വന്നവർക്കുള്ള അധിക ചാർജുകൾ ഒഴിവാക്കുമെന്ന് അറിയിച്ചിട്ടുമുണ്ട്. ബ്രിട്ടനിലെ പീറ്റർബറോയിൽ മലയാളി നഴ്സ് മരണമടഞ്ഞു. എറണാകുളം പാറമ്പുഴ സ്വദേശിനിയായ സ്നോബി സനിലാണ് ക്യാൻസർ ബാധിച്ച് മരിച്ചത്. 1 വർഷം മുൻപാണ് ഇവർ ബ്രിട്ടനിലെത്തിയത്. UK-യിലെത്തി പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാനൊരുങ്ങുകയായിരുന്ന സ്നോബിക്ക് ഇവിടെ എത്തി 2 മാസമായപ്പോൾ രോഗം സ്ഥിരീകരിക്കുകയായിരുന്നു. ഭർത്താവ് സനിൽ മാത്യു, ഏകമകൻ ആന്റോ സനിൽ. ഇനി നാട്ടിലെ വാർത്തകൾ. മൾട്ടിപ്പിൾ എക്സിറ്റ് എൻട്രി എന്ന കേന്ദ്ര നിർദ്ദേശം കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് സർക്കാർ. ഇക്കൊല്ലം തുടങ്ങുന്ന 4 വർഷ ബിരുദ കോഴ്സിൽ 1-ാം വർഷം പൂർത്തിയാകുമ്പോൾ മുതൽ മറ്റാവശ്യങ്ങൾക്കായി പഠനം നിർത്താനും ഏത് ഘട്ടത്തിലും തിരിച്ചുവരാനും വിദ്യാർത്ഥികൾക്ക് സൗകര്യമൊരുക്കണമെന്നാണ് കേന്ദ്ര നിർദ്ദേശം. സമ്പ്രദായം അപ്രായോഗികമാണെന്നും ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുമെന്നുമാണ് കേരളത്തിന്റെ നിലപാട്. 3-ാം വർഷം ഒറ്റ എക്സിറ്റ് മാത്രമേ അനുവദിക്കുകയുള്ളൂവെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കുന്നു. 1 വർഷം പഠിച്ച ശേഷം നിർത്തിപ്പോയാൽ കോഴ്സ് സർട്ടിഫിക്കറ്റും, 2 വർഷം പൂർത്തിയാക്കിയാൽ ഡിപ്ലോമയും, 3-ാം വർഷം ബാച്ചിലർ ബിരുദവും, 4 വർഷം പൂർത്തിയാക്കിയാൽ ഓണേഴ്സ് ബിരുദവും നൽകാനാണ് കേന്ദ്ര നിർദ്ദേശം. 4 വർഷം പഠിക്കാത്തവർക്ക് 8 വർഷത്തിനുള്ളിൽ തിരികെ എത്തി പഠനം തുടരാം. എന്നാൽ ആദ്യ വർഷം മുതൽ എക്സിറ്റ് അനുവദിച്ചാൽ വിദ്യാർത്ഥികൾ കൊഴിയുമെന്നും കോഴ്സ് നടത്താനാകില്ല എന്നുമാണ് കേരളത്തിന്റെ നിലപാട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കേരളത്തിലെ വോട്ടെടുപ്പിന് നടപടി പൂർത്തിയായ സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൽ ഇളവ് വേണമെന്ന് സംസ്ഥാനം. വോട്ടെടുപ്പ് നടപടി പൂർത്തിയായ സാഹചര്യത്തിൽ കേരളത്തിന് പെരുമാറ്റച്ചട്ടത്തിൽ ഇളവ് നൽകണമെന്ന് അഭ്യർത്ഥിച്ച് ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു അധ്യക്ഷനായ പെരുമാറ്റച്ചട്ട അവലോകന സമിതി സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് കത്ത് നൽകിയിരുന്നു. പെരുമാറ്റച്ചട്ടത്തിൽ ഇളവ് തേടിയുള്ള സംസ്ഥാനത്തിന്റെ ആവശ്യം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിഗണനയ്ക്ക് വിട്ടു. എന്നാൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് ഇതുവരെ മറുപടി ലഭിച്ചില്ല എന്നാണ് വിവരം. തൽക്കാലം കേരളത്തിന് മാത്രമായി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൽ ഇളവ് നൽകാൻ കഴിയില്ലെന്ന നിലപാട് സ്വീകരിക്കാനാണ് സാധ്യതയെന്നും സൂചന. കേരളം 3ാമത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസിനായുള്ള കാത്തിരിപ്പിലാണ്. ബംഗളൂരുവിലും എറണാകുളത്തിനും ഇടയിൽ സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് ഉടൻ സർവീസ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം അവസാനിക്കുന്നതോടെ ബംഗളൂരു എറണാകുളം റൂട്ടിൽ വന്ദേ ഭാരത് സർവീസ് ആരംഭിച്ചേക്കും. നേരത്തെ ഏപ്രിൽ മാസത്തിൽ തന്നെ വന്ദേ ഭാരതിന്റെ റേക്ക് കൊല്ലത്ത് എത്തിയെങ്കിലും വിവിധ സാങ്കേതിക കാരണങ്ങളാൽ സർവീസ് ആരംഭിക്കാനായിരുന്നില്ല. വന്ദേ ഭാരത് സർവീസിന് ആവശ്യമായ എറണാകുളം സ്റ്റേഷനിലെ ക്രമീകരണങ്ങളും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. എറണാകുളം മാർഷലിംഗ് യാർഡിലെ പിറ്റ് ലൈനിന്റെ വൈദ്യുതീകരണം പൂർത്തിയായതായി അറിയിക്കുന്നു. യാർഡിലെ ഓവുചാലുകളുടെ പ്രവൃത്തിയും ഉടൻ നടത്തും. ഇനി സ്പോർട്സ് വാർത്തകൾ. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് റയൽ മാഡ്രിഡും ബയേണും ഫൈനൽ സ്ഥാനം ഉറപ്പിക്കാനായി ഏറ്റുമുട്ടും. സെമി ഫൈനലിന്റെ 2ാം പാദം ഇന്ന് മാഡ്രിഡിൽ വെച്ചാണ് നടക്കുന്നത്.
ജർമ്മനിയിൽ നടന്ന ആദ്യ പാദത്തിൽ 2-2 എന്ന സമനിലയിലായിരുന്നു ഇരു ടീമുകളും പിരിഞ്ഞത്. ഇന്ന് വിജയത്തിനായി തന്നെ രണ്ട് ടീമും കളിക്കേണ്ടി വരും. ലാലിഗ കിരീടമുറപ്പിച്ച ആത്മവിശ്വാസത്തിലാണ് റയൽ മാഡ്രിഡ് സെമി ഫൈനൽ രണ്ടാം പാദത്തിലേക്ക് എത്തുന്നത്. ഹോം ഗ്രൗണ്ട് ആയതുകൊണ്ട് അവർ തന്നെയാണ് ഇന്ന് ഫേവറേറ്റ്. മികച്ച ഫോമിലുള്ള വിനീഷ്യസ് ജൂനിയർ, ജൂഡ് ബെല്ലിംഗ്ഹാം എന്നിവരെല്ലാം റയലിന് കരുത്താകും. ആദ്യ പാദത്തിൽ ഇരട്ട ഗോളുകൾ നേടി റയലിനെ സമനില നേടാൻ സഹായിച്ചത് വിനീഷ്യസ് ആയിരുന്നു. മറുവശത്ത് ബയൺ മ്യൂണിക് ബുണ്ടസ് ലീഗ കിരീടം നേരത്തെ തന്നെ നഷ്ടപ്പെടുത്തിയ ക്ഷീണത്തിലാണ്. അവർക്ക് ഈ സീസണിൽ ഏക കിരീട പ്രതീക്ഷയാണ് ചാമ്പ്യൻസ്. അതുകൊണ്ട് അവരെല്ലാം മറന്ന് ചാമ്പ്യൻസ് ലീഗിനായി പോരാടാനാണ് സാധ്യത. ഇന്ന് രാത്രി 12:30 മത്സരം. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 104.28 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio